ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ചെറിയ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകപ്രശസ്തനായ സുവിശേഷകൻ റെയ്നാഡ് ബോംഗെ തൻ്റെ ഒരു സുവിശേഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. അത് എനിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇടം പിടിച്ചൊരു കഥയാണ്. അദ്ദേഹം പറയുന്ന കഥ ഇപ്രകാരമാണ്. ഒരു ചെറിയ സന്തോഷം നിറഞ്ഞ കുടുംബം. അവിടെ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഒരിക്കൽ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് ഒരു യാത്ര പുറപ്പെട്ടാലോ? ഈ അവധിക്കാലത്ത് യാത്ര പുറപ്പെട്ടാലോ എന്ന് പറയുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന തൻ്റെ മകൻ ഓടി വന്ന് പിതാവിനോട് പറഞ്ഞു, അപ്പാ നമുക്ക് കാടും മലയും പുഴയുമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. നല്ല പച്ചപ്പും ഹരിതാവുമുള്ള ഒരു സ്ഥലത്ത് തന്നെ യാത്ര പോകണം. നമുക്ക് ഈ ഒരു സിറ്റി ലൈഫിൽ നിന്ന് നമുക്കൊരു പുറത്തേക്കൊരു സ്ട്രെസ് മാറുന്ന തരത്തിൽ ഒരു എൻജോയ്മെൻറ്റ് യാത്രയായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദർഭമായിരിക്കണം. അപ്പം പറഞ്ഞു, നമുക്ക് നോക്കാം മകനെ, ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, റിസർച്ച് ചെയ്യട്ടെ, നീ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമുണ്ടോ എന്ന്. അങ്ങനെ ആ പിതാവ് ഓരോ ദിവസവും ഇൻ്റർനെറ്റിലും അതുപോലെ മറ്റ് സാങ്കേതിക വിദ്യകളിലുമെല്ലാം ഈ ഒരു മകൻ പറഞ്ഞ മകൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. ആ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടതിന് ശേഷം ഓരോ സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം ഒരു കായലിനടുത്തുള്ള ഒരു റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്തു. അങ്ങനെ റൂം ബുക്ക് ചെയ്ത് തൻ്റെ ക്ഷീണങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി അവർ അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പാ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ മുൻപിലുള്ള കായലിൽ ഒരു വള്ളമുണ്ട്, ആ വള്ളത്തിൽ നമുക്ക് കയറിയാലോ? നമുക്കതൊന്ന് തുഴഞ്ഞ് ഒന്ന് നീക്കി നോക്കാം. അപ്പൻ പറഞ്ഞു, വരാം മോനെ, ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മകൻ്റെ ഒപ്പം പുറത്തേക്ക് വന്നു. അങ്ങനെ അവർ നോക്കിയപ്പോൾ ആ കായലിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് വലിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. ആ വള്ളം ഇതാ ചെളിയിൽ നിൽക്കുന്നു. മകൻ പറഞ്ഞു, അപ്പാ നമുക്ക് ആ ചെളിയിൽ നിന്ന് കുറച്ച് തള്ളിയാൽ ആ വള്ളത്തെ വെള്ളത്തിലേക്ക് നീക്കിയിട്ട് നമുക്ക് തുഴയാം. അങ്ങനെ മകൻ്റെ നിർബന്ധത്താൽ ഈ അപ്പൻ ഈ ചെളിയിലേക്ക് ഇറങ്ങുകയും മകനെ തോളിലിരുത്തി വള്ളത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ട് അദ്ദേഹം ആ മകനെയും കൂട്ടി വള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തി. മകനെ വള്ളത്തിൽ കയറ്റിയെത്തി. എന്നിട്ട് അപ്പോൾ മകൻ പറഞ്ഞു, അപ്പാ ഇതുവരെ നമ്മളെത്തി, ഇനി അപ്പനൊരു കാര്യം കൂടി ചെയ്താൽ മതി, ഈ ഒരു വള്ളം തള്ളി വെള്ളത്തിലേക്ക് എത്തിച്ചാൽ മതി, നമുക്ക് സുഖമായിട്ട് ആ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യാം, ചെറുതായി നമുക്കൊന്ന് തുഴഞ്ഞു നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന്. അങ്ങനെ അവർ ഒത്തിരി പരിശ്രമിച്ചിട്ടും വള്ളം ഒരു ഇഞ്ച് പോലും നീക്കാൻ സാധിച്ചില്ല. അങ്ങനെ മകന് മനസ്സിലായി, അപ്പൻ ഈ ഒരു പരിശ്രമത്തിൽ വിജയിക്കത്തില്ല, അപ്പൻ്റെ ആരോഗ്യം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് ആ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ മതി, അപ്പൻ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അപ്പൻ എൻ്റെ ആഗ്രഹത്തെ പ്രതിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ വേണ്ട അപ്പാ, നമുക്ക് വെള്ളമുള്ളപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ച് അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസമായപ്പോൾ അപ്പൻ ഉണരുന്ന മുമ്പ് ആ മകൻ ആ വള്ളത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. ആ വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ആ മകൻ ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചു വന്ന് അപ്പനെ കുലുക്കി ഉണർത്തിയിട്ട് പറഞ്ഞു, അപ്പാ നമ്മളിന്നലെ വള്ളത്തിൽ കയറാൻ നോക്കിയിരുന്നല്ലോ, വള്ളമായിരിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട്, ആ വഞ്ചി പൊങ്ങിക്കിടക്കുന്നുണ്ട്, നമുക്കിന്ന് വഞ്ചിയിൽ കയറി യാത്ര ചെയ്താലോ? അപ്പൻ വന്ന് നോക്കിയപ്പോൾ വഞ്ചി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. മകനോട് പറഞ്ഞു, നമുക്ക് ഈ നിമിഷം പോകാം. അങ്ങനെ വഞ്ചി അവിടെ കെട്ടിയിരുന്ന കയറിൽ പിടിച്ചു വലിച്ചപ്പോൾ ഒരു ബലവും കൂടാതെ തൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ മകന് അതിശയം. താൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ആ കാര്യം അപ്പനൊന്ന് വള്ളിയിൽ പിടിച്ച് വലിച്ചപ്പോൾ തന്നെ ആ വഞ്ചി തൻ്റെ അടുത്തേക്ക് വന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പം പറഞ്ഞു, മകനെ, ഇന്നലെ ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും എന്നൊരു പ്രക്രിയയുണ്ട്. കായൽ തീരത്ത് അല്ലെങ്കിൽ കടൽ തീരത്ത് ഇങ്ങനെയൊരു പ്രതിഭാസമുണ്ട്. അതായത് ഒരു സമയത്ത് കടൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ കടൽ കയറുകയോ ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം കൂടുകയും കുറയുകയും സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ആ വള്ളത്തിൽ കയറി സുഖമായിട്ട് തുഴഞ്ഞ് സവാരി ചെയ്ത് തിരിച്ചെത്തി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പോകാനൊക്കെ ഒരുങ്ങി പോകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തൻ്റെ മകൻ ചോദിച്ചു, അപ്പാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്? അപ്പോൾ അപ്പൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, മകനെ, നമ്മൾ ഇന്നലെ ചെയ്ത ആ ഒരു പ്രവൃത്തി നീ ഓർക്കുന്നുണ്ടോ? അതായത് ആ വഞ്ചിയെ ആ ചെളിയിൽ നിന്ന് നീക്കി വെള്ളത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് സവാരി ചെയ്യാൻ ആഗ്രഹിച്ചത്. അതിനുശേഷം ഇന്നായപ്പോഴെങ്ങനെയായിരുന്നു?
ആ വള്ളത്തിൻ്റെ കയറിൽ പിടിച്ച് വലിച്ചപ്പോൾ തന്നെ ആ വള്ളം നമ്മുടെ അടുത്തേക്ക് വന്നു. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ആരോഗ്യവും തൻ്റെ സാമർഥ്യവും തൻ്റെ ബുദ്ധിയും തൻ്റെ വിജ്ഞാനവും ഉപയോഗിച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം തള്ളിയതുപോലെ ആയിരിക്കും. അവന് ഒത്തിരിയേറെ റിസൾട്ട് അവനത് കിട്ടുകയില്ല. കാരണം വിത്തൗട്ട് ഗോഡ് വി ആർ നത്തിങ്. അതായത് ദൈവമില്ലാതെ നമ്മൾ ഒന്നുമല്ല. ദൈവത്തിൽ കൂടിയേ നമുക്ക് എന്തും ലഭിക്കത്തു. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം എന്താ ചെയ്തേ? ആ കയറിൽ പിടിച്ച് വലിച്ചപ്പോൾ ആ വഞ്ചി നമ്മുടെ അടുത്തേക്ക് വന്നു ഇല്ലേ? ആ ഒരു സാഹചര്യം തന്നെയാണ് പരിശുദ്ധാത്മാവൻ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സഹായകനായി പിടിച്ച് വലിക്കുകയല്ല, നമ്മൾ സഹായകനായ പരിശുദ്ധാത്മാവ് മുഖേന നമ്മുടെ കാര്യത്തെ വലിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ ആവശ്യം പരിശുദ്ധാത്മാവ് തന്നെ എത്തിക്കും. മോനെ, നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിനക്ക് മനസ്സിലായോ? യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയാണ് ഈ ഒരു പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവും എല്ലാം ഒന്ന് തന്നെ. അതായത് ആദിയിൽ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നതും ദൈവവും സമസ്തവും സൃഷ്ടിച്ചപ്പോഴെല്ലാം ഈ ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് സഹായകനായി യേശുക്രിസ്തു വെളിപ്പെടുത്തിയതും ഈ പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. അതായത് യേശുക്രിസ്തു തന്നെയാണ് നമുക്ക് ഈ സഹായകനായി എത്തുന്നത്. മോനെ, നിന്റെ ആവശ്യത്തിലും ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യമുള്ളൂ. ദൈവത്തെ വിട്ട് നിനക്ക് ലോകത്തിലേക്ക് നീ ഇറങ്ങരുത്. നീ ലോകത്തിലേക്ക് നിന്റെ കരബലത്തെ ഉപയോഗിച്ച് നീ ഇറങ്ങിയാൽ നിനക്ക് തീരാ നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വെറുതെയാകും. നീ അധ്വാനിക്കുന്ന നിന്റെ ആരോഗ്യം വെറുതെയാകും. നീ പടുത്തുയർത്തുന്ന നിന്റെ സമ്പത്ത് വെറുതെയാകും. പക്ഷെ നീ ദൈവത്തോടൊന്ന് ചേർന്ന് നിന്ന് നോക്കി. ദൈവം നൽകുന്ന നിനക്ക് സമാധാനം, ദൈവം നൽകുന്ന നിത്യത, ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം, അത് എറ്റേണലി പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഒരു മനുഷ്യനും നൽകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഗ്രഹം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, റെയ്നാഡ് ബോങ്കെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഈ ഒരു പരിശുദ്ധാത്മാവുമായി ചേർത്ത് കണക്കിയ ആ ഒരു കഥയുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കും. അതായത് യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റൊന്നിലേക്കും പോകാതെ യേശുക്രിസ്തുവിന് തന്നെ കൊടുക്കണം. ഇതാ ആ ആചാരങ്ങൾ എൻ്റെ ചർച്ചിലുമുണ്ട്, അതുകൊണ്ട് ഞാനും അനുഷ്ഠിക്കുന്നു. ഇതാ ആ ആചാരങ്ങൾ എൻ്റെ ചർച്ചിലേക്കും കടന്നു വരുന്നുണ്ട്. ആ ഒരു അന്യ ആചാരം എൻ്റെ ചർച്ചിലേക്കും വന്നാൽ ഞാനും അംഗീകരിക്കും. എൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാനും അംഗീകരിക്കും. ഒരാൾ എതിർത്താൽ എന്ത് സംഭവിക്കാനാണ്? ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പക്ഷേ നിനക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് മുഖേന വചനം വെച്ച് ഇത് തെറ്റാണോ എന്ന് നീ ചൂണ്ടിക്കാണിച്ചാൽ ദൈവം നിന്നെ സഹായിക്കും. ദൈവത്തിന് വേണ്ടി നീ ഒരു വാക്കിങ്ങിന് പറയാൻ സഹായിച്ചാൽ മറ്റനേകരുടെ വിശ്വാസത്തിലേക്ക് നിന്റെ ആ വാക്കുകളെ എത്തിക്കാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് അടുക്കുന്നതിന് പകരം മറ്റ് ആചാരങ്ങളിലേക്കോ മറ്റ് നേർച്ച കാഴ്ചകളിലേക്കോ മറ്റ് ബിംബങ്ങളിലേക്കോ മറ്റ് ആരാധനാ രീതികളിലേക്കോ പോകാതെ യേശുക്രിസ്തുവിൽ വചനമാകുന്ന ദൈവത്തിൽ, വചനം യോഹന്നാൻ പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനത്തെ, വചനമാകുന്ന യേശുക്രിസ്തുവിനെ നീ മുന്നോട്ട് പിടിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് അവനെ ആരാധിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ നീ ആരാധിച്ചാൽ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, ദൈവം നിൻ്റെ ചോദ്യങ്ങൾക്ക് സഹായകൻ നേരത്തെ കണ്ട കയറ് വലിച്ചപ്പോൾ വഞ്ചി അടുത്തേക്ക് വന്നതുപോലെ സഹായകനായ പരിശുദ്ധാത്മാവ് മുഖേന നിൻ്റെ അടുത്തേക്ക് നീ ചോദിക്കുന്ന കാര്യം അടുത്തെത്തിക്കും. ഇനി കാലങ്ങൾ അധികമൊന്നുമില്ല. പല പ്രവചനങ്ങളും പറയുന്നത് അനേകരുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോകും. പ്രാർത്ഥനക്കാരായവരുടെ വിശ്വാസം പോലും പല പ്രവാചകന്മാരുടെയും പല പുരോഹിതരുടെയും പല ശുശ്രൂഷകരുടെയും പോലും വിശ്വാസം മങ്ങുന്ന തരത്തിലാണ് പല പ്രവചനങ്ങളും പലരും പ്രവചിച്ചിരിക്കുന്നത്. ബൈബിളിലും അത്തരം പ്രവചനങ്ങളുണ്ട്. നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. മക്കളെ, നീ കരുതുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്, ഞാൻ ചെയ്യുന്നതും എൻ്റെ ചർച്ചിൽ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് നീ ചിന്തിച്ചാൽ നീ വചനത്തിൽ ഇത് ശരിയാണെന്ന് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? നീ വചനത്തിൽ ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ ചർച്ച ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്ന് നീ നോക്കിയിട്ടുണ്ടോ? വിശകലനം ചെയ്ത് വചനം എടുത്ത് ചിന്തിച്ചു നോക്ക്. ഈ പറയുന്ന പ്രവൃത്തി, പൂവൻകൊല നേർച്ച, തുലാഭാരം, അതുപോലെ കോഴിവെട്ട്, മറ്റു മതങ്ങളുടെ അന്യാചാരം നിന്റെ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടോ? നിന്റെ സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വിശ്വാസത്തെ നീ നിന്റെ സഭയിലേക്കോ നിന്റെ വിശ്വാസത്തിലേക്കോ നിന്റെ ശരീരത്തിലേക്കോ, അതായത് ചരടുകൾ പോലെയോ അല്ലെങ്കിൽ ചങ്ങലകൾ പോലെയോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അത് നിന്റെ ശരീരത്തിലോ ഭവനത്തിലോ ചർച്ചിലോ കയറിയിട്ടുണ്ടോ എന്ന് നീ ചിന്തിച്ചു നോക്കൂ. ആ കയറിയത്
വചനപ്രകാരം ശരിയാണോ എന്നുകൂടി നീ ചിന്തിച്ചു നോക്ക്. ഇനി അധിക കാലമൊന്നുമില്ല, പ്രവചനങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ അടയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.